നമസ്കാരം. ഏത് ദുരന്തത്തെയും ഒരുമയോടെ നേരിടാനുള്ള ശക്തിയാണ് മലയാളിയെ മുന്നോട്ട് നയിക്കുന്നത്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ ഒരുമയോടുകൂടി നമ്മൾ ഒന്നാകെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും സകല സർവ്വ സന്നാഹങ്ങളോടും കൂടി അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളും പരിക്കേറ്റവരെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങളും തെരച്ചിലും എല്ലാം ഒരുമയോടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ ഘട്ടത്തിൽ കൈത്താങ്ങായി വയനാട് ദുരന്തത്തിന് ഇരയായവർക്കുള്ള കൈത്താങ്ങായി കേരളത്തെ ഒന്നാകെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി രാജ്യത്തെമ്പാടു നിന്നുമുള്ള സഹായങ്ങളും പ്രവഹിക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ ഈ സഹായ പ്രവാഹത്തിൻ്റെ നേതൃനിരയിൽ അണിനിരക്കുന്നതും നമ്മൾ കണ്ടു. ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ആ ഒരുമ ഇന്ന് രാജ്യസഭയിലും കണ്ടു. രാജ്യസഭയിൽ ഇന്ന് കേരളത്തിൻ്റെ എം.പിമാർ വയനാട് ദുരന്തത്തിൽ അകപ്പെട്ട ജനത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടുന്ന ഒരു കാഴ്ച നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് ഇന്ന് രാജ്യസഭയിൽ നിന്ന് പുറത്തു വന്ന ഇന്ന് രാവിലത്തെ ആദ്യത്തെ ഡിസ്കഷനിലേക്ക് നയിച്ചത്. അതിൽ നിന്നുള്ള പ്രധാന ഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. രാജ്യസഭ ഇന്ന് ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷത്തുള്ള, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ എം പിമാർ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വയനാട് ദുരന്തം ചർച്ച ചെയ്യണം, സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യമുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള ചർച്ച ഉയർന്നു വരേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഓരോരുത്തരും സംസാരിക്കാനുള്ള ആവശ്യം ഉന്നയിച്ചു. എന്നാൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ അത്തരത്തിലുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ ചെയ്യേണ്ടത്, അവിടെ വയനാട്ടിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, നമുക്ക് രാജ്യസഭയിൽ അത് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ല എന്ന് പറയുകയായിരുന്നു. One second. Honorable members, you will have to, I am afraid you will have to take your seat. What I find is, when it is known in categorical terms, members have got into another groove. They think they must raise 267 so that their name and the issue can get in public domain. That will be improper. No. Action, yes. I will not. Sorry, I have taken a stand that I will not. എന്നാൽ ഈ കാര്യം ചർച്ച ചെയ്യണം എന്നുള്ള ആവർത്തിച്ചുള്ള ആവശ്യമാണ്, ചർച്ച ചെയ്യാൻ സമ്മതിക്കണം എന്നുള്ള കാര്യമാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാർ ബഹളം വെച്ചുകൊണ്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. That Honorable LOP would also like to speak on this. We have had several members. J.B. Mathur had spoken to me. John Bitas has spoken to me. In detail, Mr. Kiren Rijiju has spoken to me. This is a very painful situation. Several people have lost their lives in a calamity, and state government and the central government are acting in tandem and togetherness. We are distressed by the landslides in parts of Kerala. Yes, you also raised. You also raised. One second. Please release our thoughts. One second. Our thoughts in bipartisan matter are with those who have lost their lives, and if they are injured, we wish them speedy recovery. It is a situation where the entire nation has reason to give relief to the people concerned. കേരളത്തിൻ്റെ ഈ ദുരന്തത്തിൻ്റെ ആഴം ബോധ്യമായ കേരളത്തിന് പുറത്തു നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ കാര്യത്തിൽ ഇടപെട്ടു. രാജ്യസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് പ്രമോദ് തിവാരി ചെയറിനോട് ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നു. One second. Mr. Please, why are you doing like this? There is a senior person standing. Yes, Mr. Yes. Please, just for a minute. One second. I get the sense of the house. Please. Sir, कल एक आपने महत्वपूर्ण प्रश्न पर ये कहा था. What is the issue? केरल issue, sir. Kerala, the Wayanad, 42 people have died and more are affected, sir. This is a very serious issue. One second, take your seat. കേരളത്തിലെ അംഗങ്ങൾക്ക് അവരുടെ സാഹചര്യം രാജ്യസഭയെ അറിയിക്കുക, അവരുടെ മാനസികാവസ്ഥ അവിടെ പ്രകടിപ്പിക്കുക, കേരളത്തിൻ്റെ വികാരം അവിടെ പ്രകടിപ്പിക്കുക, കേരളത്തിന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഗവൺമെൻറ്റിനെ ധരിപ്പിക്കുക എന്നുള്ളതാണ് രാജ്യസഭയിൽ ഈ എം പിമാർ ബഹളം വെക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാര്യം. പ്രമോദ് തിവാരിയുടെ ആവശ്യവും തള്ളുകയാണ് ജഗ്ദീപ് ധൻകർ ചെയ്തത്. ഈ സാഹചര്യത്തിൽ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് തന്നെ മല്ലികാർജുൻ ഖാർഗെ തന്നെ ഈ കാര്യം വിശദീകരിക്കാൻ വേണ്ടി രംഗത്തിറങ്ങി. सर, ये वायनाड के बारे में क्यों हंस रहे हैं? मैं कुछ भी बोलता, सांप भी हंसते हैं और आप भी हंसते हैं क्या? सर, मन दुखी है मेरा, मैं हंस नहीं रहा हूँ. मैं साफ कहता हूँ, मैं नहीं हंस रहा हूँ, मन दुखी है. सुबह पता लगाया तो कहा कि 2 दर्जन है, फिर पता लगाया नंबर और बढ़ता जा रहा है. और ये बहुत अच्छा लगा कि सभी शक्तियां केंद्र की और राज्य की
प्रधानमंत्री और गृह मंत्री और मुख्यमंत्री सबके सब इस मामले में सक्रिय हैं। ठीक है और देश में जहां भी विपदा आती है, ठीक है साहब, ये देखिए मैं सर ये तो मुझे तो पूरी जानकारी वहाँ की नहीं है, और जो पेपर में मैं पढ़ा और वहाँ टेलीफोन से जो मालूमात लिया वही मुझे मालूम है, क्योंकि इतने लोग वहाँ पर मर चुके हैं वो मट्टी के ढेर में। अब तो 50 की गिनती हो गई, लेकिन उससे अंदाज़ा लगता है, क्योंकि ये रात के 2:30 बजे होने से किसी को पता नहीं चला कितने लोग मरे कितने लोग हैं। और इसके लिए वहाँ की जो महिला है हमारी एमपी उसके पास जानकारी है और वो अपनी बात रखना चाहती है। मैं आपसे विनती करता हूँ कि आप उसको अलाउ कीजिए, और जो चीज़ है जो बातें എന്നാൽ ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ സമയമാണ്. അത് ഭരണകൂടം, സംസ്ഥാന കേന്ദ്ര ഭരണകൂടങ്ങൾ മറ്റ് സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു വരികയാണ്. ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ളതാണ് ചെയറിൻ്റെ ഉറച്ച നിലപാട്. അദ്ദേഹം അത് വീണ്ടും പറയുകയും ചെയ്തു. MP-മാർ ബഹളം വയ്ക്കുകയും ചെയ്തു സംസാരിക്കണം എന്നാവശ്യപ്പെട്ട്. Every disaster or a tragic situation anywhere in the country is concern of all of us, and I have indicated that in my chamber several members of parliament have come. They have indicated their concern. I have also shared with them that it is a case in which, without loss of time, the state government, the central government have put themselves in action. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാൻ കേരളത്തിൽ നിന്നുള്ള MP-മാർ തയ്യാറായില്ല. ജോൺ ബ്രിട്ടാസിൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ബഹളം തന്നെ, പ്രതിഷേധം തന്നെ, സംസാരിക്കാനുള്ള അവസരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം തന്നെ രാജ്യസഭയിൽ ഉയർന്നു. Honorable members, please, this is not an occasion. Honorable members, take your seat. First, take your seat. Unless you will hear me, nothing will proceed. Take your seat. രാജ്യസഭയിൽ സംസാരിക്കുന്നതിന് വേണ്ടി സമ്മതിക്കാത്ത സാഹചര്യത്തിൽ വീണ്ടും ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിന് പുറത്തു നിന്നുള്ള നേതാക്കളും രംഗത്തെത്തി. ആം ആദ്മി പാർട്ടിയുടെ MP സഞ്ജയ് സിംഗും ബഹളം വെച്ചുകൊണ്ട് രംഗത്തെത്തി. ജഗ്ദീപ് ധൻഖറിൻ്റെ പ്രതികരണം രോഷാകുലമാവുകയും ചെയ്തു. Mr. Sanjay Singh, you do not have any member from Aam Aadmi Party from Kerala. That does not mean you are not concerned. You are concerned. Every member of the house is concerned. Every member is concerned. Our country is one. ഒടുക്കെ എന്താണ് ചർച്ച ചെയ്യേണ്ടത് എന്നായി ജഗ്ദീപ് ധൻഖർ. Honorable members, what will you discuss? What will you discuss? One second. No, sorry. So, one second. Santosh Kumar P, please. What will you discuss? കേരളത്തിന് ആവശ്യമായ സഹായം കേന്ദ്രത്തിൽ നിന്നും വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടി MP-മാർക്കുണ്ട് എന്നാണ് കേരളത്തിൽ നിന്നുള്ള MP-മാർ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ സമയത്ത് ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ള ഉറച്ച നിലപാട് വീണ്ടും പ്രഖ്യാപിക്കുകയും രോഷാകുലനാവുകയും ബഹളം വെക്കുന്നവരെ വീണ്ടും സീറ്റിലിരുത്താൻ ശ്രമിക്കുകയും ഒക്കെയാണ് ജഗ്ദീപ് ധൻഖർ ചെയ്തുകൊണ്ടിരുന്നത്. Now, one second. No, please, can you take your seat? No, you are experienced. You have been deputy speaker for long. No, nothing will go on record. What is this? Honorable members? No, please. Please take your seat. Nothing will go on record. No, it will not go on record. No, nothing will go on record. I don't expect this kind of disruption from a senior member like you. I don't expect. ഒടുക്കം പ്രതിഷേധത്തിന് കീഴടങ്ങേണ്ടി വന്നു ചെയറിന്, രാജ്യസഭയ്ക്കാകെ. ഓരോരുത്തരായി കേരളത്തിൽ നിന്നുള്ള MP-മാർ ഓരോരുത്തരായി സംസാരിക്കാം, അതിനുള്ള സാഹചര്യം ഒരുക്കാമെന്ന് ചെയർ സമ്മതിച്ചു. Okay. John, but I'll call the members to be very brief and one by one, and I will give precedence to those who came first in point of time to me. John Britas. Thank you very much. 1 minute. Sir, thank you very much, sir, for your kind indulgence. This is a serious matter, a bipartisan matter. A heavy tragedy has struck Kerala. The death toll has gone up, and we are fearing more deaths, sir. 4 villages have been cut off, and there have been coordinated efforts. The Chief Minister is camping in Wayanad. As you know, Wayanad is a picturesque place, but mountain plateau. So we really want the indulgence of the government of India, especially the help of the ministries like Defense, Home and Finance. Already there are amounts pending in disaster fund. Thank you. So we want
the military to send their dispatches to Kerala, Please. the finance to lend their hand to Kerala, Please. and all You made your possible point. Thank you. assistance to Thank Kerala you. be provided. Thank you. sir. അടുത്തത് പി സന്തോഷ് കുമാറാണ്. കേരളത്തിലെ ഈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യമാണ് സന്തോഷ് കുമാർ ഉന്നയിച്ചത്. It is likely to rise up to 300 or 400. Unfortunate. So unfortunate. Painful. I don't want to talk much on this issue. I would like to request through you, sir, to declare this as a national disaster, number one. Number two, to include Kerala in the list of, there is a new scheme announced by the Honorable Finance Minister. Bihar, Assam, Himachal and Uttarakhand are part of that. So I would like to request the government to include Kerala in it. On this incident, please. ലീഗിന്റെ അബ്ദുൾ വഹാബ് കേരളത്തിന്റെ നിലവിലെ സാമ്പത്തിക സാഹചര്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിന് തുടർന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ പണം വിതരണം ചെയ്യാൻ കേന്ദ്രം തയ്യാറാകണം എന്നുള്ള ആവശ്യം പ്രത്യേകമായി ഉന്നയിച്ചു. Prime Minister of India and everybody this early morning they consult our Chief Yes. Minister and everything we accept and we have got respect. But now the issue is no money with the Kerala government. At least immediately you have to release some money to move all this one. So But please, Yeah, one so- by one. No. We also- I will give you opportunity. Take your seat. Sir, Take your seat. I am from Wayanad constituency and I am leaving now, irrespective of my question hour and all. Now I am leaving for Wayanad. So we are meeting the people. We have to say something Yes. from. Jose K. Mani. ജോസ് കെ മാണി കുറച്ചുകൂടി വൈകാരികമായാണ് പ്രതികരിച്ചത്. So that you should understand the gravity of the situation. 500 families are stranded over there, and more deaths are reporting every minute. And it is not, can you have 2 minutes to express our grievance? And the government is not ready to listen. We have the first-hand information than people sitting on the tertiary bench. And you Take your seat now. You have made your point. don't put any political You have made your colors point. to this. Please. And please give all Thank you. assistance Thank you. by the central Thank you. government to Thank you. Kerala. Thank you. കോൺഗ്രസിന്റെ എം പി ജെബി മേത്തറും ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. The government should immediately declare this as a national disaster, provide 5,000 crore package immediately. Sir, one second, Yes. sir. Sir, let me. A bridge has collapsed. A bridge has collapsed. That bridge has to be made now temporary Please. bridge to be Take your seat consulted. now. NDRF Have I made a mistake in giving you floor? and helicopter Take your seat immediately, now. sir. Nothing will go on record now. Please. CPM-ന്റെ എ റഹീം വേദനാജനകമായ ഈ സാഹചര്യത്തിന്റെ തീവ്രത വരച്ചു കാട്ടാനാണ് ശ്രമിച്ചത്. Sir, this is a very painful day for every Kerala, sir. Very painful. See, please consider us. We are praying for the assistance from the union government. Sir, we are What are praying. you saying? Sir, we are praying. Sir, Don't make sir, a speech. Sir, just a minute, sir. Don't make a speech. Sir, just a minute, sir. Sir, You are not aware. Sir, just a minute, sir. Before sunrise, Sir, people sir, were in action. Sir, just a minute, sir. Before sunrise, sir, the first Chief thing, Minister, Prime sir, Minister have been in action. Sir, rescue Don't is do the, this. Sir, sir. No, don't do proper- this, please. Sir, just You a are minute, not sir. aware what is happening. Yes, just a minute, sir. No, don't make it political. No, never. You are not aware what is Never, happening. sir. I am aware. Sir, I am fully aware. Sir, I am trying to express my feelings, sir. Sir, I am trying to express my feeling. Sir, please, just a minute, sir. Sir, ensure the rescue process. Please ensure proper rescue process and please assist us for the rescue. Okay. Proper rescue. Point well taken. തൊട്ടടുത്തു നിന്നുള്ള എം പി കൂടിയായ CPM-ന്റെ വി ശിവദാസൻ ഈ ഉരുൾപൊട്ടലിന്റെ വേദനാജനകമായ സാഹചര്യത്തെയാണ് വിശദീകരിച്ചത്. Very dear to my home village, sir. Sir, there very painful incident was happened. The intervention of the central government and proper assistance from the government is very necessary. So government should ensure the financial assistance and all possible assistance Yes, from yes, sir. here to Please. the state. Thank So you. this is my humble you, request, thank sir. ചർച്ചയുടെ തുടക്കത്തിൽ ചെയർ പറഞ്ഞതുപോലെ നമ്മൾ എന്താണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം അപ്രസക്തമാക്കും വിധത്തിൽ എണ്ണമിട്ടുള്ള ആവശ്യങ്ങളാണ് ഓരോ എം പിമാരും ഉന്നയിച്ചത്. സാമ്പത്തിക സഹായം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതിൻ്റെ കാര്യം, അവിടെ മറ്റ് സാഹചര്യങ്ങൾ സഹായകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കേണ്ടതിൻ്റെ കാര്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടു. ഇതിനെ തുടർന്ന് രാജ്യസഭയിലെ ഭരണകക്ഷി നേതാവ് കൂടിയായ JP നഡ്ഡ തങ്ങളുടെ സർക്കാരിൻ്റെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് രംഗത്തെത്തി. मैं एक ही बात कहना चाहता हूं कि यह जो त्रासदी है, यह सिर्फ केरल की त्रासदी नहीं है, सारा देश इससे द्रवित है. और यहाँ भी हाउस के सभी लोग, इस पक्ष के उस पक्ष के सभी पार्टियों के सभी द्रवित हैं और सभी दुखी हैं कि यह घटना घटी है, नेचुरल कैलामिटी है. भारत सरकार भी प्रधानमंत्री मोदी जी के नेतृत्व में प्रोएक्टिव होकर के जो भी केरल में राहत कार्य के लिए आवश्यक है वो कर रहे हैं और वो किया जाएगा. मैं सरकार की तरफ से ये एश्योरेंस देता हूं कि जो भी ज़रूरत होगी वो पूरी की जाएगी.
തൊട്ടു പിന്നാലെ കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രി കൂടിയായ കിരൺ റിജിജുവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. അത് കൃത്യമായി നടക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് എന്നുള്ള പ്രസ്താവനയും നടത്തി. So we have to go by step. Right now is the time for rescue and relief. This is the most immediate requirement in any natural calamities wherever it occurs. So sir, my only request is to echo with the sentiments raised by all the members and the honorable leader of the house, that government is doing everything whatever is to be done with the coordination with the state government, but I will ask the Home Ministry to come out with a detailed report if the House wants as soon as possible. രാജ്യസഭ ഇന്ന് കണ്ടത് കേരളത്തിൻ്റെ ഒരുമയുടെ ഒരു നേർചിത്രമാണ്. കേരളം എങ്ങനെ ഓരോ പ്രതിസന്ധിയെയും ഉണ്ടാകുന്ന ദുരന്തങ്ങളെ അതിജീവിക്കുന്നത് എന്നതിൻ്റെ പാഠം പ്രതീകാത്മകമായി രാജ്യസഭയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. അവിടെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല. എല്ലാ MP-മാരും ഒരുമയോടുകൂടി വയനാട്ടിലെ ഈ ദുരന്തത്തിന് വേണ്ടി നിൽക്കുന്ന, അതിനുവേണ്ടി സംസാരിക്കുന്ന, അവിടേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് രാജ്യസഭയിൽ നിന്നുണ്ടായത്. ആ പരിച്ഛേദം ഇന്ന് കേരളം ഒന്നാകെയുണ്ട്. രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് എല്ലാവരും ഒരുമയോടെ നിൽക്കുന്ന കാഴ്ച. അതിനിടയിലൂടെ വരുന്ന പുഴുക്കുത്തുകൾക്ക് നല്ല നമസ്കാരം മാത്രം പറയുക. നമുക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, നമ്മുടെ ഈ ദുരന്തത്തിൽ നിന്ന് അതിജീവിക്കുക എന്നുള്ള ലക്ഷ്യം. ബാക്കിയുള്ളവരെല്ലാം അവരുടെ വഴിക്ക് പോട്ടെ. നമുക്ക് കേരളത്തിൻ്റെ, വയനാട്ടിലെ ഈ ദുരന്തത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് അതിജീവിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കാം. ആവുമ്പോലെ ഓരോരുത്തരും എവിടെയെങ്കിലും ഇരുന്ന് അവർക്ക് ആകുന്നതുപോലെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിന് ഒരുമയോടുകൂടി സഞ്ചരിക്കാം. നന്ദി, നമസ്കാരം.